ഹലോ ഗൈസ്, വെൽക്കം ടു ഹോജ ഓൺലൈൻ. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അൺബോക്സിങ് വീഡിയോ കാണുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ പുതിയ ഐഫോൺ 13 Pro Maxൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. 13 Pro Maxും പിന്നെ നമ്മുടെ വിച്ചുവിൻ്റെ ഫോൺ എന്തെങ്കിലുണ്ട്, നമ്മുടെ 12 Pro Maxും വെച്ചുള്ള ജസ്റ്റ് ക്വിക്ക് കമ്പാരിസൺ, പിന്നെ അൺബോക്സിങ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയിൽ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പുതുതായിട്ട് പറയാനൊന്നുമില്ല. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് 13 Pro Maxിൽ. അതെന്താണെന്ന് ജസ്റ്റ് ക്വിക്ക്ലി പറഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ ഈ ബോക്സിൻ്റെ ഡിഫറൻസ് തന്നെ നമുക്ക് നോക്കാം. ഐഫോൺ 12 Pro Maxിൽ അവർ ഐഫോണിൻ്റെ ഫ്രണ്ടായിരുന്നു അവർ ആ ഡിസ്പ്ലേയിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ 13 Pro Max ആയപ്പോൾ അവർ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ബാക്ക് സൈഡാണ്, അതിൻ്റെ ഫോണിൻ്റെ ബാക്ക് സൈഡാണ് അവർ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന ഈ 13 Pro Max എന്ന് പറയുന്നത് സിയറ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അതിൻ്റെ 256 GB സ്റ്റോറേജ് വേരിയൻ്റാണ് നമ്മളിന്ന് റിവ്യൂവിന് വേണ്ടി എടുക്കുന്നത്. റിവ്യൂ അല്ല, അൺബോക്സിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ ബോക്സിൽ വന്നിട്ടുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ആപ്പിള് ഈ കാർബൺ എമിഷൻ വാല്യൂസൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ബോക്സിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറിങ്, നമുക്ക് ആദ്യം കാണുന്ന ഒരു പ്ലാസ്റ്റിക് കവറിങ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ ഇനിയുള്ള മാക്ക് എടുത്താലും ബാക്കിയുള്ള ഏത് ഡിവൈസ് എടുത്താലും നമുക്കിനി ആ ഒരു പ്ലാസ്റ്റിക് കവറിങ് നമുക്കിനി കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലും താഴെയും കാണുന്ന ഒരു പേപ്പർ വലിക്കുന്ന സംഭവം, അതുപോലുള്ളൊരു സംഭവം മാത്രമാണ് നമുക്ക് ബോക്സിനുള്ളിൽ കാണാൻ കഴിയുന്നത്. സോ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാടൊന്നുമില്ല. നമ്മുടെ ഈ മേളിലുള്ള താഴെയുള്ള ആ രണ്ട് ആരോ കാണിച്ചിട്ടുള്ള രണ്ട് പേപ്പർ സംഭവം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അൺബോക്സിങ് കഴിഞ്ഞു. വേറെ കത്തിയുടെയും ഒന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇതിന് മുന്നേ ഉള്ള എല്ലാ ആപ്പിൾ ഡിവൈസസിനകത്തും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കവറിങ് വെച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിവൈസ് ആപ്പിൾ ഇങ്ങനെ ഒരു എന്താ പറയുക ബോക്സിങ് പ്ലാസ്റ്റിക് കവറിങ് ഒഴിവാക്കിയിട്ടുള്ള ഫസ്റ്റ് ഡിവൈസാണ് ഈ 13 സീരീസിലുള്ള എല്ലാ ഡിവൈസസും. അപ്പോൾ നമുക്ക് കൂടുതൽ കഥ പറച്ചിലിൽ പോകുന്നതിന് നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം. റെഡി, 1 2 3. ഓക്കെ, സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ അൺബോക്സിങ്ങിലുള്ള സൗണ്ട്. പഴയ പ്ലാസ്റ്റിക് കവർ പൊളിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മുടെ പഴയ സിനിമയിൽ നമ്മുടെ കരമന ജനാർദ്ദനൻ ചേട്ടൻ പറയുന്ന പോലെ ഒരു ത്രില്ലില്ല എന്ന് പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കാണ്. ഐ മീൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്കാണ് ആദ്യം കാണുന്നത്. ഫോൺ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആക്റ്റീവ്ലി നമുക്ക് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാമറയുടെ വലുപ്പം. ക്യാമറ ബിഗ് സെൻസേഴ്സാണ് ഐഫോൺ ഈ ഒരു സീരീസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ആസ് വെൽ ആസ് യൂഷ്വൽ, ഐ മീൻ കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെ പേപ്പർ വെച്ചിട്ടുള്ളതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ കാർബൺ ഫുട് പ്രിൻ്റ് എമിഷൻ വാല്യൂ കുറയ്ക്കാനായിട്ട് ആപ്പിൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഡിവൈസസും എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ്ലി നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ സെൻസേഴ്സ്, ക്യാമറയുടെ വലുപ്പമാണ് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 Pro Maxും 12 Pro Maxും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒരു മെയിൻ വ്യത്യാസം ക്യാമറകളിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ സെൻസേഴ്സിലെ വലുപ്പം
ഉള്ളതുപോലെ തന്നെ ക്യാമറയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മെയിനായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആപ്പിൾ ലോഞ്ചിലൊക്കെ കണ്ടതാണ്, നമ്മുടെ സിനിമാറ്റിക് മോഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ മോഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറിങ് ഓപ്ഷൻസ്, ബൊക്കെ മോഡ് എന്ന് പറയുന്ന ആ മോഡ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സെൻസേഴ്സിലുള്ള വ്യത്യാസം വാല്യൂസായിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ലെൻസിൻ്റെ അപ്പാർച്ചറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പുതിയ ലെൻസ് വരുമ്പോൾ 1.9 ആണ്, നേരത്തെ ഉണ്ടായിരുന്നത് 1.7 അതാണ് നമ്മുടെ വാല്യൂ വ്യത്യാസം വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിഫോട്ടോ ലെൻസിലാണെന്നുണ്ടെങ്കിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2.5x ആയിരുന്നു ഒപ്റ്റിക്കൽ സൂം നേരത്തെ 12 Pro Maxലുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ ഐഫോണിൽ 13 വെർഷൻസിൽ വരുമ്പോൾ 3x ഒപ്റ്റിക്കൽ സൂം പോസിബിളാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ 12 Pro Maxനായിരുന്നു ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ്. ഈ സെൻസർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ 12 Pro Maxനും 12 Proയ്ക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ വർഷം എന്താണെന്നറിയത്തില്ല, ആപ്പിളിന് അങ്ങനെ ഒരു കാര്യത്തിൽ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. 12 Proയിനും 12 Pro Maxനും 13 Proയ്ക്കും 13 Pro Maxനും സെയിം ഓപ്ഷൻസാണ് എല്ലാ രീതിയിലും. അതായത് എല്ലാ ഓപ്ഷൻസും സൈസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും സെയിം ആണ് 13 Proയ്ക്കും 13 Pro Maxനും. അടുത്ത് iPhone 13 Pro Maxൽ വന്നിരിക്കുന്ന വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതായത് അഡാപ്റ്റീവായിട്ട് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ റെസൊല്യൂഷൻ അല്ല, ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് ഫ്രം 10 to 120 അല്ലെങ്കിൽ 120 to 10 അഡാപ്റ്റീവായിട്ട് കുറഞ്ഞും കൂടിയും അത് വേരി ചെയ്ത് പെർഫോമൻസ് തരുന്ന ഒരു തരം ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം ഐഫോണിൽ മൊത്തം വന്നിട്ടുള്ളത്. മൊത്തം അല്ല, പ്രോ മോഡൽസിൽ മാത്രമാണ് ഈ പറയുന്ന പ്രൊമോഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ് വന്നിട്ടുള്ളത്. ബട്ട് പ്രോ മാക്സിലും പ്രോയിലും സെയിം ഡിസ്പ്ലേസ് തന്നെയാണ് ഐഫോൺ നമുക്ക് തരുന്നത്. ഈ അഡാപ്റ്റീവ് ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബാറ്ററി യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 10 to 120 എന്ന് പറയുന്ന റേഞ്ചിൽ ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. ഇത് കൂടാതെ A15 ചിപ്സെറ്റാണ് ഈ പ്രാവശ്യം ആപ്പിൾ ഐഫോണിൽ വരുന്നത്. അത് വളരെയധികം GPU കൂടിയതും പെർഫോമൻസ് കൂടിയതും 12 ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇനി ഡിഫറൻസ് വിട്ടിട്ട് നമ്മൾ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ളതുപോലെ തന്നെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഡാറ്റ കേബിളും ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറും മാത്രമാണ്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ചെയ്യുമ്പോൾ പുതുതായിട്ട് ഹലോ എന്ന് പറയുന്ന എഴുതുന്ന സ്റ്റൈലിൽ ഒരു റിട്ടേൺ സ്റ്റൈലിലാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ഒരു ഫോണിൻ്റെ ആപ്പിളിൻ്റെ ഒരു ഹെൽവറ്റിക്ക ന്യൂ എന്ന് പറഞ്ഞ ഫോണിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ഒരു റിട്ടേൺ സ്റ്റൈലിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെൽക്കമിങ് സ്ക്രീനാണ്. ഇപ്പം കുറച്ചുകൂടി നല്ല മനോഹരമായിട്ടുള്ള ഒരു വെൽക്കമിങ് സ്ക്രീനാണ് കാണുന്നത്. ഐഫോൺ ഇപ്പോൾ വരുന്ന വെർഷൻ എന്ന് പറയുന്നത് 15 എന്ന് പറയുന്ന iOS വെർഷനാണ്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റിംഗ് മീൻസ് ഇനിഷ്യൽ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് ബാക്കിയുള്ള അവസാന ഘട്ട റിവ്യൂയിലോട്ട് പോകാം. റിവ്യൂ അല്ല, അൺബോക്സിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് നമുക്ക് പോകാം. നമുക്ക് ലാംഗ്വേജും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫോണൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. സോ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 13 Pro Max വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ 12 Pro Maxൻ്റെ വേരിയൻറ്റുമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വാൾപേപ്പർ കണ്ട് ഓബ്വിയസ്ലി മനസ്സിലാവും. നോച്ചും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്പ്ലേയിലുള്ള വ്യത്യാസമോ ഒന്നും നമുക്കങ്ങനെ മനസ്സിലാവില്ല. പിന്നെ ഈ പറയുന്ന രണ്ട് ഡിവൈസസിലും അനിമേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന 12 Pro Max എന്ന് പറയുന്നത് iOS 14 ആണ്. ഇതുവരെ ഞാൻ 15 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈ രണ്ട് ഡിവൈസിലാണെന്നുണ്ടെങ്കിൽ അനിമേഷൻസൊക്കെ സൂപ്പർ സ്മൂത്താണ്.
ഗെയിമിംഗ് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഗ്രാഫിക്കൽ ലെവൽ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും GPU എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് നമുക്ക് വ്യത്യാസം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഈ പറഞ്ഞ നോച്ചിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആക്റ്റീവ്ലി നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും 12 Pro Maxും 13 Pro Maxും തമ്മിൽ ഇല്ല. ഈ പറഞ്ഞ പോലെ ക്യാമറയും ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതും ഈ പറയുന്നത് പോലെ നമുക്കൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് 12 എടുത്തതാണോ 13 എടുത്തതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റത്തില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റാ ഡാറ്റയോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സംഭവം നോക്കിയാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാതെ നോർമലി ഒരു യൂസറിന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 12 Pro Max യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് 13 Pro Maxലോട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത്ര ഒരു ലാഭകരമായിട്ടുള്ളൊരു സംഭവമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും. 14 വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് കുറച്ചുകൂടി അഡാപ്റ്റീവായിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണെന്ന് പറയുന്നത് 11ലുള്ള ഏതെങ്കിലും ഫോൺ, 11 Pro 11 Pro Max ഏതെങ്കിലും ഒരു സീരീസിലുള്ള ഫോണ്, അല്ലാന്നുണ്ടെങ്കിൽ 12 mini, ഈവൻ 12 Pro ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ 12 Pro Maxലോട്ടോ അല്ല 13 Pro Maxലോട്ടോ 13 Proയിലോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ ഐഡിയലായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. കാരണം ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സോ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാനുള്ളത്. 13 Pro Maxിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ജസ്റ്റ് ഇൻഫർമേഷൻസ് അടങ്ങിയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ദ വീഡിയോ ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. ആൻഡ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യാൻ വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എൻ്റെ ഫ്യൂച്ചർ വീഡിയോ ചെയ്യുന്നതിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു എനർജിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുന്നത് ടിങ് അടിച്ച് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, കൂടുതൽ ഒഫീഷ്യലാക്കി ഞാൻ ചിലവാക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ, എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യാം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റിയോ അല്ലെങ്കിൽ ഐഫോണിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയിങ്. സോ കീപ് വാച്ചിങ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ more updates. And that's it from Hoja Online today. And peace out. Bye bye. Ciao.